പൊന്നു എന്തെടുക്കുക? ചീര? ഏത് ചീര? ഇത് ഉപ്പേരി വെക്കാൻ മേടിച്ച ചീരയല്ലേ ഇന്നലെ? വലിയതൊക്കെ എടുത്ത് ഇത് കുഞ്ഞു കുഞ്ഞു ഇത് അപ്പൊ ഞാൻ നട്ടു വെച്ച് നോക്കാന്ന് വിചാരിച്ചു. അയ്യോ വന്ന് ഇവിടെ ഒരു സാധനം വാങ്ങാൻ വയ്യല്ലോ. എടാ ഇത് കൊറേ ചീര കിട്ടും. ആ കൊറേ ചീര കിട്ടും. കറിവേപ്പില, മിന്റ് തുടങ്ങി എന്തൊക്കെ വാങ്ങി അത് മുഴുവൻ. കൃഷി മൈൻഡ്. തക്കാളി വെട്ടി വെക്കുക, എന്നിട്ട് അതിന് കുരു കൊണ്ടുപോയി നടുക. വെള്ളം നനച്ചപ്പോഴേ പടർന്ന് വന്നതായിരുന്നേ. പക്ഷെ വെള്ളം നനച്ചപ്പോഴത്തേക്കും ആകെ കറ്റാർവാഴ അല്ലാതെ വേറെന്താ വളർന്നിട്ടുള്ളത്? ഇത് വളർന്നില്ലേ കണ്ട നല്ല പനിക്കൂർക്കയോ? പനിക്കൂർക്ക ഇത് മഴയത്ത് നിന്ന് നോക്കണം. ഇത് ഇല്ലാത്തോണ്ടാ ഞാൻ ഇനി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി ബഡ് ചെയ്തിട്ടൊക്കെ. ഇത് മറ്റേ സിനിമയിൽ പറഞ്ഞ നീ അരിമാവ് കൊണ്ടുവച്ച നീ കോലം വരയ്ക്കാൻ തന്നത് അല്ലെ? മുഴുവൻ കോലം വരച്ചു തീർത്തന്നെ. ഇത് കണ്ടാ മേലെ പറമ്പിലാണ് വീട്ടിൽ ചെയ്യുന്നത്. തക്കാളി കരിഞ്ഞു പോയല്ലോ. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഇത് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാണാം. എന്റെ തൊടയും കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇങ്ങോട്ട് അത് നോക്കാം. ഇത് വീഡിയോ എന്നാലേ കാണുള്ളൂ. ഇത് എന്തായിരുന്നു കേട്ടാ ആ മുല്ല മുഴുവൻ പോയേ. നീ ആവി പിടിക്കാൻ പോവാന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ഇതാണോ നിന്റെ ആവി പിടുത്തം? തുളസിയിലേക്ക് അങ്ങ് പോകുന്നു. എന്താ ചെയ്യാ? ഇതെന്താ ഇങ്ങനെ? കൃഷ്ണ തുളസി കംപ്ലീറ്റ് നശിച്ചല്ലേ? നശിച്ചു ഫുള്ള് വേണ്ട. ഇത് പോയി നന്നായി. റോസോ? റോസ് ഞാൻ അടുത്ത് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. എനിക്കറിയ നല്ല വെയിലടിച്ചിട്ടായിരിക്കും. ഇത് ഇതുണ്ട്. ഇതുണ്ട കുഞ്ഞതായിരുന്നു. ഇത് മാത്രം നല്ല തഴച്ചു വളർന്ന്. ഞാൻ കഞ്ഞോ ഇവിടെ അവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് കഞ്ഞോളം അരി ഒഴിയ ഉണ്ട് എടുത്തിട്ടൊരു. ഇനി എന്തെങ്കിലും ഇവിടെ ബാക്കിയുണ്ടോ ഇതിനകത്ത് ഇടാൻ? കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, മനുഷ്യന് തുപ്പാൻ പോലും വയ്യ. ആ വെള്ളം വരെ ഇതിനകത്ത് കൊണ്ടുവയ്ക്കും. തേയിലയുടെ വെള്ളം. സോപ്പ് വെള്ളം വേണോ? സോപ്പ് വെള്ളം ഒഴിച്ചൂടാ. അല്ല ഒഴിക്കാം. ഒഴിക്കാം. അത് മാത്രമേ ബാക്കിയുള്ളൂ. എന്ത് വെള്ളം എടുത്തോണ്ട് നോക്കിയാണ്, കണ്ടാണ്, ഒന്നാണ്, പോയാണ്. എന്റെ പണി തടസ്സപ്പെടുത്താതെ മാറിക്ക്. കണ്ടോളൂ നിഷാബീഗം ഇവിടെ എന്ത് സാധനം മേടിച്ചാലും അത് ചെടിക്കകത്ത് കൊണ്ടുവരും. അരി കഴുകിയ വെള്ളം, ചായപ്പൊടിയുടെ വെള്ളം, സോപ്പ് വെള്ളം പറ്റുകയാണെങ്കിൽ അത് ഒഴിക്കുക. തേയില വെള്ളം. ഇതിനിടയ്ക്ക് കുറെ വേറെ എന്തൊക്കെയോ കൊണ്ട് ഒഴിച്ചു വെച്ചിരുന്നു. കോഴിമുട്ടയുടെ എന്തൊക്കെയോ സാധനങ്ങൾ. വേറെ എന്തൊക്കെയോ കൊണ്ട് ഒഴിച്ചു. ഇവിടെ നാറ്റം കാരണം നിൽക്കാൻ വയ്യായിരുന്നു. ആ മീൻ വെള്ളം ഒഴിച്ചിട്ടില്ല. വീട്ടില് മീൻ വെള്ളം ഒഴിക്കാറുണ്ട് പുറത്തായോണ്ട്. പക്ഷേ പിന്നെ ചാണകം, ഇവിടെ ചാണകവും മീൻ വെള്ളം മറ്റേ. ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് വരുമ്പോ ഉള്ളി ഒന്നും വളർത്താതെ ഞാൻ നന്നായി ഇവിടെ. ഉള്ളിയിൽ മറ്റേ ഇത് ഇടുമല്ലേ, അമേത്തി ഇടുമല്ലേ. വെള്ളം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ആവാൻ കാരണം എന്താ അറിയോ? ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയപ്പോ നിന്റെ ഇവിടെ ആക്കിയിട്ട് പോയത് ഞാൻ വെള്ളം ഒഴിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. മഴയുടെ കൂടുതലുണ്ടായി ഇതൊക്കെ നശിച്ചു പോയത്. എടാ നോക്ക്, കറ്റാർവാഴ നീ കുറ്റം പറഞ്ഞേ. വാഴച്ച് വളർന്ന് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങോട്ടം വരെ ഇടായിരിക്കും 10 ചെടിച്ചട്ട് വേണം. 10 എണ്ണം മതിയോ? 25 എണ്ണോ? അതെല്ലാം ഓരോന്ന് ചോദിച്ചാൽ അവർ ശ്വാസം വിടക്കടാ. അവര് ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നു. നിന്നെ കൊണ്ടിപ്പോ എവിടെയും പോകാൻ വയ്യല്ലോ. അല്ലെങ്കിൽ ചെടി പറിച്ചു കൊണ്ടുവരും. ഇതിലൊക്കെ മണ്ണ് കുറഞ്ഞടാ. മണ്ണില്ലാത്തോണ്ടാ ഇതൊന്നും തഴച്ചു വളരാത്തെ. മണ്ണ് വേണം, ചകിരി മറ്റേ ഇത് വേണം. പിന്നെ ഈ ബഡ്ഡി അറിയത്തില്ല. ബഡ്ഡി ചെയ്താൽ ഇതൊക്കെ നല്ല രീതിയിൽ വന്നേനെ. അന്ന് മേടിച്ച ചകിരിച്ചോറും മണ്ണൊക്കെ ഇവിടെ പോയി. അതൊക്കെ ഇങ്ങനെ അമിങ്ങി അമർന്നു പോയി. ഞാന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. അയ്യോ നല്ല ഡച്ചൊക്കെ ഇട്ടിട്ട് വരാം. എന്തോ ഒപ്പിക്കാൻ വന്നതെന്ന് എനിക്ക് അറിയായിരുന്നു. അതാ വീഡിയോ കാണാൻ എനിക്ക് വന്നത്. ആടോ ഞാൻ അപ്പുറത്ത് നിന്നത് അപ്പുറത്തെ ചെറുക്കനെ പഞ്ചാര അടിക്കായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. കേൾക്കാനൊക്കെ രസമുണ്ട്. ഞാൻ പഞ്ചാര അടിച്ചാ ഒക്കൂലേ? ഒക്കൂലേ? അതോ ഇന്നാരും പഞ്ചാര അടിക്കൂലേ? അനങ്ങിയ തള്ളക്ക് എന്തൊക്കെയും വിളി അതൊക്കെ വിളിക്കും. ഓ അതുകൊണ്ട് സാരി കിരി അതുകൊണ്ട് പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് കുട്ടിക്കൂറെ നീ കുടിച്ചില്ലേ? കാടന്മാരുടെ ടീയോ? ഞാൻ കുറച്ചുകൂടി ഇതിട്ട്
എടാ ഇവിടെ എന്തൊക്കെ അപ്പിട്ട് വെച്ച് പ്രാവൊക്കെ വന്നിരുന്നിട്ട് ഞാൻ ഈ പ്രാവുകൾക്കൊന്നും ഇനി ഒന്നും കൊടുക്കത്തില്ല. പ്രാവിനറിയാം അതിന്റെ കക്കൂസ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട്. നമുക്ക് ചീര കഴിച്ചപ്പോൾ കൂടെ തന്നതാ, കാട് മൂടും. അത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചതാ. അതിനകത്തും വൃത്തികേടോ? സാധാരണ കഴുകിയിട്ടാണല്ലോ അവര് തരാറ്. കഴുകിയിട്ടാ ഫുള്ള് മണ്ണും അതും ഇതും. ഞാൻ വെള്ളം സാധാരണ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ബ്ലിങ്കിറ്റിൽ നിന്ന് ഈ സാധനമൊക്കെ മേടിക്കുമ്പോൾ കഴുകിയിട്ട് തരാറ്. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനത്തെ ഇരിക്കുന്നു. സെട്ടോ, ഞാൻ നിന്നോട് ഇന്നലെ ചോദിച്ചല്ലോ ചീര വെട്ടി വെച്ചതുണ്ട്, അത് വേണോന്ന്. തേങ്ങ വെട്ടി വെച്ചതുണ്ട്, ചിരകി വെച്ചതുണ്ട്. വെട്ടത്തെ എടുത്ത് 2 വെട്ട് വെട്ടി കഴിഞ്ഞാൽ അതിന് വേണ്ടി 10 രൂപ കളയണമെന്നില്ല. ആ 10 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് 10 അല്ല 40 ഉള്ള തേങ്ങയ്ക്ക് 80 വെട്ടി വെച്ചത്. ആ 40 രൂപയ്ക്ക് ഞാൻ 10 ചെടിച്ചിട്ട് 2 ചെടിച്ചിട്ട് വരും. 40 രൂപയ്ക്ക് ആരെ നാട്ടിലെ ചെടിച്ചിട്ട് ചല്ലിബുക്ക് ഉണ്ടാവില്ലേ? 2 ചെടിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടാവും. വേണ്ട വേണ്ട, നീ ഇപ്പൊ നാട്ടുകാർ എന്നെ വളഞ്ഞിട്ട് അടിക്കും. നീ അങ്ങോട്ട് വാടാ, നിന്നെ അവിടെ കെട്ടിയിട്ട് അടി തന്നില്ലെങ്കിൽ എന്തിന്? നാട്ടുകാരെ നമ്മളെ നാടിനെ കുറ്റം പറഞ്ഞു, നമ്മളെ നാടിനെ കുറ്റം പറഞ്ഞേട്ടാ. അങ്ങോട്ട് വരുമ്പോ എവന്റെ മുഖം ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നിന്റെ മുഖം ഇതൊരു പരീക്ഷണമാണ്. നാളെ വെള്ളം ഒഴിച്ചു കൊടുക്കാല്ലേ. പോവാൻ പുറത്ത്. എടാ കഫക്കെട്ട് വന്നാല് ആവി പിടിക്കുക, ചുക്കാപ്പി കുടിക്കുക, പിന്നെ മൂക്കിൽ മരുന്ന് എത്തിക്കുക, ടാബ്ലറ്റ് കഴിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുക. എനിക്ക് സിനിമ കാണൽ നടക്കുന്നില്ല. പരാശക്തി ബാക്കിയുണ്ട്, പെണ്ണ് കേസ് ഉണ്ട്. നീ ഏതാ ബാക്കിയുള്ളത്? അത് പിന്നെ നിനക്ക് സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് അവിടെ പോകണമെന്നില്ല. വേറെ ഏതായിരുന്നു ഒന്നുകൂടെ ഇറങ്ങിയായിരുന്നല്ലോ ജനനായകൻ? പിന്നെ ഇറങ്ങിയില്ല. കുറെ ആണ് കേസ് ഉണ്ടാക്കാൻ പോവാ. എന്റെ പേരിൽ ഇല്ലാത്തൊരു കേസ് ഇപ്പൊ അത് മാത്രമേ. അതിപ്പോ നീ വന്നതോടുകൂടി അതുമായി. എടാ നോക്കിക്കൊണ്ടിരിക്കാതെ എത്തിട്ടവനെ എനിക്ക് ഹെൽപ്പ് ചെയ്യട തന്നെ. ടിഷ്യൂ എടുത്തിടാം. ഈ മണ്ണ് മുഴുവൻ വെച്ച് ഞാൻ മോന്തി ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോയി. ബായ് വർഷ, ഹായ് ബായ് ഒക്കെ പറഞ്ഞേക്ക്. നീ എന്തായാലും തുടങ്ങിയല്ലേ, ഇത് തീർന്നു വെച്ചാൽ ക്യാമറ കണ്ട എന്റെ കൊച്ച് ആക്റ്റീവാ. ഞാൻ ആക്റ്റീവ് ആയിരുന്നു ഇവിടെ. ഞാൻ ഇത് മര്യാദക്ക് ഞാൻ ആർക്കും ശല്യം ഇല്ലാതെ എന്നിട്ട് ഞാൻ ഇത് പിടിച്ചാണ് കണ്ട ഇങ്ങനെ പോയി ആളാ ഇത് ഇതാവുന്നേ. ഇതിങ്ങനെ ഇതിന് വറുത്ത് വരണില്ല, ഇങ്ങനെ ഇതാവുന്നില്ല. ഇത് കളയാനുള്ളതാ? കളയാനല്ല, അത് ചമ്മന്തി അരയ്ക്കണം. കണ്ണു വിടുവോ താഴോട്ട്? ഇത് തക്കാളിയായിരുന്നേ. എനിക്ക് വയ്യ, എനിക്ക് ജലദോഷം പിടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഗുളി കഴിച്ചിട്ടൊന്നും മാറിയില്ല. ഇന്നലെ ഒരു സിട്രസും കഴിച്ചു, ഒരു ഡോളോ കഴിച്ചു. വേറെ എന്താ കഴിച്ചേ? വേറെ ഒരെണ്ണം കഴിച്ചില്ലേ? ഇത് പിഴുത് കളഞ്ഞാൽ പിന്നെ ചിലപ്പോ അതിൽ നിന്ന് വരുമോ? വരില്ല. എന്നെ കാണിക്കാൻ ഇങ്ങോട്ട് കാണിക്ക്. വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ കമന്റ് കാണട്ടെ എന്താണെന്ന്. എനിക്ക് അറിയില്ല, നിനക്കൊരു കുന്തം അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിയും ബോധമെങ്കിലും പറഞ്ഞു തരട്ടെ. എന്നിട്ട് അതുപോലെ ചെയ്യാൻ നിനക്കറിയോ? എന്തിനിത്ര നാളും പക്ഷെ കയറ് പൊട്ടിച്ചോണ്ട് പോകും. പുറം കൂടെ വയ്ക്കാല്ലേ. എടാ ഇത് നോക്ക്, ഞാൻ വേറെ ഇല്ല. കുഴി കുത്താടുത്തോണ്ടാ നീ അത് മിക്കവാറും കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും നിന്റെ സ്വഭാവം ആണോ? പിന്നെ ഇത് അതൊന്നും ഇന്ന് ആൾക്ക് ഇതായിട്ട് കളയാതിരുന്നത് നന്നായി. ഞാനേ എടോ എന്റെ കറിവേപ്പില നോക്കി ഞാൻ മറന്നുപോയി. ഇവിടെ ഇരുന്ന് ഉണങ്ങിപ്പോയി. നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നു? എന്നെയാണ് കറിവേപ്പില വിളിച്ചത്? നിന്നെ കറിവേപ്പിലെന്ന് വിളിക്കാൻ നിനക്ക് കറിവേപ്പിലയുടെ എന്തെങ്കിലും ഗുണം നിനക്കുണ്ടാ? കറിവേപ്പിലേക്ക് നല്ല ഗുണമുണ്ട് കേട്ടോ. എങ്ങനെ കണ്ടാ ഇവിടെ ഇല്ലാന്ന് ഞാൻ ഒരു ഒറ്റ ക്ലിപ്പ് പുറത്തിടാറില്ല. നിങ്ങൾ രണ്ടുപേരും തന്നെ നശിപ്പിച്ചു കളയാറ് മുഴുവൻ. നോക്ക്, ഞാൻ എങ്ങനെ ഇപ്പൊ രാത്രി കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതാ ഇത്, കണ്ണു കാണാതെ. കണ്ട പക്ഷെ അതുകൊണ്ട് ആവുന്നില്ലടാ. ആവൂലടാ. കുറച്ചേ കാര്യം ചെയ്തരല്ലോ. ഇതിന്റെ വാടിയല്ല ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിന്നീട് അത് ചീഞ്ഞളിഞ്ഞ് കിടക്കും. അതിനകത്ത് വിവരവും ഇല്ല, ബോധവും ഇല്ല. മണ്ണിലലിയും. ഇതെല്ലാം എന്താ ദൃശ്യത്തിൽ ലാലേട്ടൻ പറയുന്ന പോലെ എന്നിലൂടെ മണ്ണിലലിയുന്നു. അത് മണ്ണിലങ്ങ് ഇതായി മിക്സ് ആയിക്കോളും. കമ്പോസ്റ്റ് വള ഇട്ട് കൊടുക്കണോടാ. എന്നാലേ എന്നാ കുറച്ച് കോഴിക്കാഷ്ടവും അതൊക്കെ കൊണ്ടുപോവാ. ആട്ടും കാഷ്ടവും ഒക്കെ വളമാണ്. അതുകൊണ്ട് അത് കൊണ്ടുവന്നല്ലേ? കോഴിക്കാട്ട് ഭയങ്കര നാറ്റോ? ഇല്ലല്ല, ഭയങ്കര അടിപൊളി വാസനയാ.
എടാ ആട്ടും കാട്ടോ ചാണ ഞാൻ മുല്ലപ്പൂവിനേക്കാ നല്ല വാസന. കൊണ്ടുപോവാ, അവിടെ അടുത്തുള്ള ആരും നിൽക്കണ്ട, ഇരിക്കണ്ട. ചാണകപ്പൊടി ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. പണ്ട് വീട്ടില് ഉമ്മച്ചായിട്ട് ഞാൻ എന്നും മടിയും വഴക്കൊക്കെ ഇതുപോലത്തെ ചാണകത്തിന്റെ താഴെ എന്താ ക്രിക്കറ്റ് കളിയാ? താഴെ ക്രിക്കറ്റ് കളി കാണാം. ഞാൻ ഇവിടെ നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ചെറുക്കന്മാരെ വായോട്ടാണ്. വോളിബോളോ? വോളിബോൾ കണ്ണാടി വെച്ചാലേ ഞങ്ങൾ കാണാൻ പറ്റുള്ളൂ. കണ്ണാടി തന്നെയാണ് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒന്നും ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇല്ലല്ലേ? എത്ര അവിടെ ടർഫ് ഉണ്ടല്ലോ. എവിടെ? ടർഫിൽ എനിക്ക് സുഖമില്ല. ടർഫിലൊക്കെ അപ്പോഴത്തെ പിള്ളേരുടെ ഗ്രൗണ്ട് വേണം. ഗ്രൗണ്ട് വേണം. ശരിക്കും വലിയ ഡ്രമ്മൊക്കെ മേടിച്ചവിടെ വാഴയൊക്കെ കാക്കനാട് ഭാഗത്തൊന്നും ഗ്രൗണ്ട് ഇല്ലേ? എത്ര കാലം കളി ക്രിക്കറ്റ് കളിച്ചിട്ട്. ആ വയ്യാത്ത ഞാൻ പിന്നെ എനിക്ക് ആവുമല്ലോ. ഈ കളയൊക്കെ ഇങ്ങനെ പറിച്ച് കളയണോടാ. കള ടൊവിനോടെ സിനിമയാ. ഇതിനാണോ കള എന്ന് പറയുന്നത്? കർഷകനല്ലേ കള പറിക്കാൻ ഇറങ്ങിയതാ മാഡം? ഓ നീ കർഷകയല്ലേ, കള പറിക്കാൻ ഇറങ്ങിയതാ വൈകിട്ട്? കർഷക എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേക്കട്ടെ. ഇതുപോലെ വീട്ടിലും പാവയ്ക്ക കട്ട് ചെയ്യുമ്പോഴത്തേ അതിന്റെ പഴുത്ത വിത്തുണ്ടാവും. അതിന് ഇതുപോലെ ഓടിക്കൊണ്ടിട്ട് അതിൽ മറ്റേ ചാമ്പലുണ്ട്, ചാമ്പലിൽ ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചാമ്പൽ എന്ന് പറഞ്ഞാൽ വെണ്ണീര് അതിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും ഇതുപോലെ. എന്നിട്ട് എന്നും പോയിട്ട് നോക്കും, ഡെയിലി നോക്കും. ഇനി ഇവിടെ ഇരുന്ന ഇതിനകത്തുനിന്ന് കൊതുക് ഫുള്ള് അകത്തോട്ട് വരും. കൊതുകില്ല. ആ ഇല്ല ഇല്ല ഒട്ടും ഇല്ല. ഇന്നലെ വരെ മൊസ്കിറ്റോ ഫണ്ടിങ് ആയിരുന്നല്ലോ, ഒന്നും കൊതുകില്ല. എടാ ഇത് നടക്കൂലടാ, ഇത് ഭയങ്കര ഉടായിപ്പാണ്. എനിക്ക് ഇത് മേടിക്കണം. അപ്പൊ നമുക്ക് പോവാം. സീരിയസ്ലി മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോവാം. ഇതിങ്ങനെ ഇട്ടാൽ അവിടെ കിടന്ന് വാടി പോകും. എനിക്ക് പുലർച്ചെ പോണം, അതിന് മുന്നേ മീറ്റിംഗ് ഒക്കെ സെറ്റ് ആക്കണ്ടേ. ബാ എഴുന്നേറ്റ് വാടാ. വാടാ കണ്ണാ. വാ എടി എടി എന്ന് വിളിച്ചിട്ട് മോശമല്ലേ? വാ. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എന്നെക്കാട്ടി അഭിനയം നീയാണടാ. ഓസ്കോർ കിട്ടോ? ഓസ്കോർ കിട്ടും. വാ വായോ വാ. എടാ ഇതിലും കളേഴ്സിന്റേതായിരുന്നു. ഇതിലും ആയിടാ മഞ്ഞള് ചൂടുവെള്ളത്തിൽ സർപ്പിട്ടിട്ട്. നീ അല്ലെങ്കിൽ എന്താണ് നെഞ്ചത്തോട്ട് തിന്നാൻ കൊടുക്കാത്ത? എന്ത് തിന്നുമ്പോൾ നെഞ്ചത്തോട്ട് കൊടുക്കും? വയറില് ഇത് അത് വയറില്. ബാക്കിയൊക്കെ അയ്യോ ഇവിടെ മുഴുവനായി ആവാത്ത പോലെ. നീ കട്ടൻ കുടിച്ചിട്ട് വാ, കൊറേ പരിപാടി ഉണ്ട്. വയ്യടാ ഞാൻ ആവി പിടിക്കട്ടെ. ഇത് പിന്നെ ഇവിടെ ഇട്ടാ ഇവിടെ ചീച്ചി ബാ ബാ. കുറച്ച് വെണ്ടയ്ക്ക വഴുതന അതൊക്കെ കൊണ്ട് നടുന്ന ഉപകാരം ഉണ്ടാവും. ഓഹോ ഞാൻ തന്നെ കുഴിയെടുത്ത് ഞാൻ തന്നെ നട്ട് ഞാൻ തന്നെ ഇതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ തന്നെ. താഴെ ഫ്ലാറ്റിലുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയോ. വെള്ളം ഇവിടെ കൊണ്ട് വെച്ചെന്തിനാണെന്നറിയോ? ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ വെള്ളം കാണുമ്പോൾ അറിയാതെ കൈ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ ഇവിടെ സ്ഥിരം എല്ലാത്തിലും വെള്ളം കൊണ്ട് വയ്ക്കണം എന്തിനാണെന്നറിയോ? അങ്ങനെ ഞാൻ പോവാണേ, എനിക്ക് വയ്യ. ആവി പിടിയടാ. വാ, ഇത് കഴിഞ്ഞില്ലേ? ഇതാണ് നട്ടുകൊണ്ട് വയ്ക്കുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ചീരയാണ്. ആ ചീരയിൽ പകുതി ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണ് കുഴിച്ചിട്ടേക്കുന്നു. ഉപ്പേരി ഉണ്ടാക്കി തരാൻ കൊണ്ടുവന്ന ഉപ്പേരി ഇല്ല, ഒന്നുമില്ല, എല്ലാം മണ്ണിന് കൊടുത്തു. ഇത് ഉപ്പേരിക്ക് ഇല്ലതായി. ഇതൊക്കെ ഞാൻ എങ്ങനെ ഉപ്പേരി? ഇത് തണ്ടാണ് ഇതിന്റെ. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. കണ്ട, ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു. അഴുകിയതാ. ഈ അഴുകിയ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ നുള്ളിപ്പിറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്തൊക്കെ ഭാഷ നുള്ളിപ്പിറ്റി? ഓരോ ദിവസം ഓരോന്ന്. നീ സ്വയം ഉണ്ടാക്കുന്നതാണോ ഓരോ സമയത്ത്, അതോ നിങ്ങളുടെ നാട്ടില്? ആ കൊളാക്കി വാ എണീക്ക്. വന്നാണ് പോയാണ് അയ്യം പങ്കം എന്തര്? ചീരക്കുഞ്ഞുങ്ങൾ ഇനി നാളെ തൊട്ട് എന്റെ ഇനി എന്ന് എനിക്ക് ചീരക്കുഞ്ഞുങ്ങളെ നോക്കലായിരിക്കും പണി. എഴുന്നേറ്റ് വാ കണ്ണ, എനിക്ക് പോയിട്ട് കുറെ പരിപാടികളുള്ളതാ. ആൾക്കാർ വിചാരിക്കും നീ ഭയങ്കര റൊമാൻസ് ആണ്. എന്തോ ഞാൻ റൊമാൻറ്റിക് അല്ലേ?
എൻ്റെ അത്ര റൊമാൻറ്റിക് ആരടി ഉള്ളത് ഈ ലോകത്ത്? ആരാ ഉള്ളത്? കഥകൾ പറയട്ടാ നിന്റെ പഴയ ഹിസ്റ്ററികള്. ആ വേണ്ട, മാങ്കൂട്ടം കാത്താണ്, വെറുതെ വേണ്ട. അപ്പൊ പേടിയുണ്ടല്ലേ? ബാ എഴുന്നേക്ക്. ആൾക്കാർ ചോദിക്കണം നീ ആരാണെന്ന്. നീ പറഞ്ഞു കൊടുക്കണേ. ഇവിടുന്ന് വേണം കേറുന്നത്. വലിയ കോമഡി. ഞാൻ ഫുഡ് ഉണ്ടാക്കണ വെരി ഫണ്ണി. ഞാന് ചീര കൃഷി ചെയ്യുന്നു, അതിൽ നിന്നുണ്ടാവുന്നത് ഉപയോഗിച്ചു കൊടുത്താൽ നീ തിന്നുന്നു. തിന്നുമെങ്കിലും ചെയ്യുന്നില്ലേ? അതും ഒരു ജോലിയല്ലേ? പിന്നെ ഇവിടെ ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ് മാത്രം. ഞാൻ വന്നതിന് ശേഷമല്ലേ ഈ വീട്ടിലെ സാധനങ്ങൾ തീർന്നു തുടങ്ങി. എല്ലാം ഇവിടെ പുഴു വരിച്ച് നിൽക്കാറില്ലായിരുന്നു. അരി, ഡേറ്റ്സ്, നട്ട്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും, ബേക്കറി. എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് തിന്നാൻ ഭയങ്കര മടിയാണ്. ആരെങ്കിലും എടുത്ത് തന്നാലും ഓക്കെ. നീ ജ്യൂസ് അടിച്ച് തന്നപ്പോൾ ഞാൻ കുടിച്ചല്ലോ, അങ്ങനെ എന്തും ജ്യൂസ് അടിച്ച് തരണം. എന്നാലേ സ്നേഹമുള്ള ആൾക്കാർ അങ്ങനെയാണ്. ബാ എഴുന്നേക്ക്. ഒരെണ്ണമെങ്കിലും പൊടിച്ചാൽ എടാ മറ്റേ ആ തക്കാളി ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവച്ചില്ല, അത് ഞാൻ പിളർന്ന് നോക്കിയപ്പോൾ ഗർഭിണിയായിരുന്നു. ഗർഭിണിയല്ല, അയ്യിപ്പോയി. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഇതിലിങ്ങനെ വെച്ച് ഇതിൽ വെച്ചു. പക്ഷെ ഞാൻ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചില്ലേ, ഇങ്ങനെ വെള്ളം ഒഴിച്ചപ്പോൾ എല്ലാം അങ്ങ് അമർന്നു പോയി. മറ്റേ സാധനം മേടിക്കണം, സ്പ്രേ ചെയ്യുന്ന സാധനം. നീ എഴുന്നേറ്റ് വാ, പോണ്ടേ നമുക്ക്? സമയം എത്രയായെന്ന് അറിയോ? എന്റെ നഗ്നത കാണിക്കില്ലേടാ. തുണി മണി എടുക്കണം നഗ്നത കാണിക്കണ്ടെങ്കിൽ. നീ ക്യാമറ കൊണ്ട് പിന്നാലെ അല്ലെങ്കിൽ നീ എന്ത് തുണി എടുത്താലും മറ്റുള്ളവർക്ക് എന്താ? ഞാൻ കുറെ നിന്റെ കമന്റ് ബോക്സ് കാണുന്നതിന് അരിച്ച് വരുന്നതിന് മിണ്ടാതെ നിൽക്കാറാണ്. ഇങ്ങനെയൊന്നും അല്ലടാ. കുറച്ച് ദിവസമായിട്ട് നിന്റെ കമന്റ് ബോക്സിൽ ഫുള്ള് വരുത്തന്മാര് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതാരോ കൊട്ടേഷൻ കൊടുക്കണത്. പിന്നെ കാണുന്നുണ്ടോ? പ്രൊഫൈല് കയറിയൊക്കെ ഒറ്റ പോസ്റ്റ് അന്ന് തുടങ്ങിയത് അതൊക്കെയാണ്. നീ നിന്റെ ഇവിടെയുള്ള കൂട്ടുകാരോട് ചോദിക്കരുത് കാക്കനാട് ഏരിയയിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ടോ ചോദിക്കാവോ? ഞാൻ എത്ര വർഷമായി, 2 വർഷമായി നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട്. മറ്റേ ബുബു കളിക്കുന്ന പോലെ റിയലി യേശുദാസ് പാടും പോലെ ഉണ്ട്. ബാ എണീക്ക് കാണണം. എനിക്ക് ഇതിന് ഇത് കാണിച്ചു കൊടുത്താണ് ഇതിന് ഇതാവോ ഇല്ലെന്ന് ചോദിക്കാൻ എല്ലാരോടും. ഇതിന് വലുതാവോ? ഈ കാണുന്നുണ്ടോ? പിന്നല്ലാതെ എന്നാ നിന്റെ ഫോണിലെല്ലാം കറുമുറ കാണുന്നത്. നല്ല ഭംഗിയില്ലാത്ത കാണുന്നത്. ഇതിന് കൊള്ളാല്ലേ? ചിലപ്പം പൊടിച്ചു വന്നാൽ എന്ത് ചെയ്യും? തുളസി ഇതൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോയത്? വെള്ളം ഓവറായിട്ട് ഒഴിച്ചിട്ടായിരിക്കും. വെള്ളം ഓവറല്ല, വെള്ളം ഒഴിക്കാഞ്ഞിട്ട്. ഹിന്ദിക്കാരാണോ കളിക്കുന്നത്? നിനക്കിപ്പോ ഞാൻ എഴുന്നേറ്റ് കാണാനാണോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. എനിക്ക് എഴുന്നേറ്റ് വന്നാൽ എനിക്ക് സമ്മാനം തരാം. കുളിച്ചിട്ട് പൊട്ടിക്കാനല്ലേ? ബാ കഴിഞ്ഞില്ലേ? കട്ട് ചെയ്യട്ടെ ഞാൻ? ഒരു സൈൻ ഓഫ് പറ. ക്യാമറാമാൻ അപ്പുവിനോടൊപ്പം ക്യാമറാമാൻ അപ്പുവിനോടൊപ്പം പൊന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? നമുക്കിത് വിറ്റാലോ? നമുക്ക് നിറയെ ഇരിക്കുന്നുണ്ട്. കണ്ടോ? ഈ സാധനം പല സ്ഥലത്തും ഭയങ്കര റേറ്റിന് വിൽക്കുന്നതാണോ? ഈ അതിന്റെ പേര് കറ്റാർ വാഴ. നിറഞ്ഞു പോയി. ലോവേര ഫുള്ള് നിറഞ്ഞു പോയി. ഞാൻ പുറത്തോട്ട് പോയിക്കാൻ വേണ്ടി ഇതിന്റെ അകത്ത് എടുത്ത് കറക്കി വെച്ചതാണ്. അപ്പൊ അങ്ങനെ വളർന്നു. ഞാൻ ഇതിലിങ്ങനെ വെച്ച് കറക്കി വെച്ചു. കഴിഞ്ഞില്ലേ? ഇഷ്ടം പോലെ ആയി കറ്റാർ വാഴ. എങ്ങോട്ടും മറ്റേ റൺ ബേബിറിന് പറഞ്ഞ പോലെ എങ്ങോട്ടേക്കും നോക്കി സൈൻ ഓഫ് പറ. കറക്റ്റ് ക്യാമറ ഇല്ലാത്തത് സൈൻ ഓഫ്.